നമസ്കാരം. നമ്മളിന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 ചർച്ച ചെയ്യാൻ പോകുന്നത്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെപ്പറ്റിയാണ് ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്നത്. അവയെപ്പറ്റി കൂടുതലായി നോക്കാം. ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷ താൽപ്പര്യങ്ങളുടെ സംരക്ഷണം. It provides that any section of the citizens residing in any part of India having a distinct language, script or culture of its own shall have the right to conserve the same. ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തോ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ ഭിന്നമായ ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അതായത്, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഭിന്നമായ ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കുവാൻ അവർക്ക് അവകാശമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എനി സെക്ഷൻ ഓഫ് സിറ്റിസൺസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത്, ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇത് ബാധകമാണ്. മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ ഒരു സംസ്കാരം ഉണ്ട് എങ്കിൽ അത് കാത്തു സൂക്ഷിക്കുവാനുള്ള അവകാശം അവർക്ക് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഫർദർ, നോ സിറ്റിസൺ ഷാൽ ബി ഡെനീഡ് അഡ്മിഷൻ ഇൻ ടു എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ റിസീവിംഗ് എയ്ഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഫണ്ട്സ് ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ് ഓർ ലാംഗ്വേജ്. രാഷ്ട്രം സംരക്ഷിക്കുന്നതോ രാഷ്ട്രത്തിൻ്റെ നിധിയിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതോ ആയ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയോ അവയിൽ ഏതെങ്കിലും ഒന്നിനെയോ മാത്രം അടിസ്ഥാനമാക്കി ഒരു പൗരനും പ്രവേശനം നിഷേധിക്കപ്പെടുവാൻ പാടുള്ളതല്ല. അതായത്, സംസ്ഥാന സഹായം സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശന കാര്യങ്ങളിൽ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 29 ആദ്യത്തെ വ്യവസ്ഥ ഒരു കൂട്ടം ആൾക്കാരുടെ അവകാശത്തെപ്പറ്റി പറയുമ്പോൾ, രണ്ടാമത്തെ വ്യവസ്ഥ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ അവകാശമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരം നിലനിർത്തുന്നതിനും വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ വിവേചനമില്ലാതാക്കുവാനും ഈ വ്യവസ്ഥ സഹായിക്കുന്നു. ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. ഇറ്റ് ഗ്രാൻസ് ദ ഫോളോയിങ് റൈറ്റ്സ് ടു മൈനോറിറ്റീസ് വെദർ റിലീജിയസ് ഓർ ലിംഗ്വിസ്റ്റിക്. ഈ ആർട്ടിക്കിളിലൂടെ മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് താഴെ പറയുന്ന അധികാരങ്ങൾ ലഭിക്കുന്നു. A. All minorities shall have the right to establish and administer educational institutions of their choice. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ഇഷ്ടപ്രകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. B. The compensation amount fixed by the state for the compulsory acquisition of any property of a minority educational institution shall not restrict or abrogate the right guaranteed to them. ന്യൂനപക്ഷങ്ങൾ സ്ഥാപിക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി ഗവൺമെൻറ്റിന് ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാര തുക അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ആകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. This provision was added by the 44th Amendment Act of 1978 to protect the right of minorities in this regard. The Act deleted the right to property as a fundamental right, Article 31. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്ന ഈ അവകാശം ഇല്ലാതാക്കിയപ്പോൾ ഇത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. അതായത്, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം.
C. In granting aid, the state shall not discriminate against any educational institution managed by a minority. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുമ്പോൾ രാഷ്ട്രം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് വിവേചനം കാണിക്കുവാൻ പാടുള്ളതല്ല. അതായത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും സഹായം നൽകുമ്പോൾ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അത് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു വിവേചനം പാടില്ല. The right under Article 30 also includes the right of a minority to impart education to its children in its own language. ന്യൂനപക്ഷങ്ങൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മത ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഭാഷാ ന്യൂനപക്ഷങ്ങൾ കൂടെ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുള്ള അവകാശം ഉണ്ടായിരിക്കും. മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഓഫ് 3 types. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രധാനമായും 3 തരത്തിൽ തരംതിരിക്കാം. A. Institutions that seek recognition as well as aid from the state. രാഷ്ട്രത്തിൽ നിന്ന് അംഗീകാരവും സഹായവും തേടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. B. Institutions that seek only recognition from the state and not aid. രാഷ്ട്രത്തിൽ നിന്ന് അംഗീകാരം മാത്രം തേടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സാധാരണയായി ഇവ രാഷ്ട്രത്തിൽ നിന്ന് സഹായങ്ങൾ തേടാറില്ല. C. Institutions that neither seek recognition nor aid from the state. രാഷ്ട്രത്തിൽ നിന്ന് അംഗീകാരമോ സഹായമോ തേടാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മൂന്നാമത്തെ ടൈപ്പ്. ആദ്യത്തെ 2 തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. സിലബസ് തയ്യാറാക്കുക, അധ്യാപകരെ നിയമിക്കുക, അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാരിന് ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. എന്നാൽ മൂന്നാമത്തെ ടൈപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും ബാധകമല്ല. അവർക്ക് ഭരണപരമായ കാര്യങ്ങളൊക്കെ സ്വയം നിയന്ത്രിക്കാം. എന്നാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രാജ്യത്തെ പൊതു നിയമങ്ങൾക്ക് ബാധകമായിരിക്കും. ഇത്രയുമാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പറ്റിയും ആർട്ടിക്കിൾ 30 പറ്റിയും പറയുവാനുള്ളത്. ഇങ്ങനെ ആർട്ടിക്കിൾ 29, 30 എന്നിവയിലൂടെ സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് പാർട്ടും പൊളിറ്റിയുടെ പ്ലേലിസ്റ്റും താഴെ കൊടുത്തിരിക്കുന്നു. നന്ദി.